ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആ ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ പകുതി അസുഖം മാറി, അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി എന്ന്. അത് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയൊക്കെ ഒരു സഹകരണമാണ്. അത് മാത്രമല്ല, അവിടുത്തെ ഒരു ആംബിയൻസ് അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു സ്ഥലം കാണിച്ചു തരാം. ഇത് അബുദാബി ഇലക്ട്ര സ്ട്രീറ്റിലുള്ള സത്വ ആയുർവേദ മെഡിക്കൽ സെൻ്ററാണ്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂംസ്, ഇവിടുത്തെ സർവീസ്, ഇവിടുത്തെ ആംബിയൻസ് ഇതൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഇവിടെ ആയുർവേദമുണ്ട്, ഹിജാമയുണ്ട്. ഇതിൽ രണ്ടിലും എക്സ്പേർട്ട് ആയിട്ടുള്ള 16 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. സത്വ ആയുർവേദ മെഡിക്കൽ സെൻറ്ററിലേക്ക് നമുക്കൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിൽഡ് ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ട് ആ ഒരു പേഷ്യൻറ്റിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണോ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ്. കാരണം അവർക്ക് എപ്പോഴും ഒരു ഫ്രീഡം ഉണ്ട്, നമ്മളടുത്ത് ഏത് സമയത്താണെങ്കിലും അവരുടെ കണ്ടീഷൻസ് അപ്ഡേറ്റ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ച് നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പേഷ്യൻറ്റിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷന് അവർക്ക് വന്ന മാറ്റങ്ങൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡേ ബൈ ഡേ അവരുടെ ഓരോ സെഷൻ കഴിയുമ്പോഴും അപ്ഡേറ്റ് എടുത്ത് അവരുടെ ട്രീറ്റ്മെൻറ്റിന് മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്ത് അവരുടെ അസുഖം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ടീഷൻ ക്ലിയർ ആവുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ആയുർവേദത്തിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കടിവസ്തി, ഗ്രീവാവസ്തി, അഭ്യംഗം, അതായത് പേഷ്യൻറ്റിന് എന്താണോ നീഡഡ് ആയിട്ടുള്ളത് ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള 12 ട്രീറ്റ്മെൻറ്റ് റൂംസ് ഇവിടെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഹൈജീനാണ്. അത് വാഷ്റൂമിൻ്റെ അടക്കം. ഒരുപാട് പേർക്ക് ഈ ഹൈജീൻ്റെ കാര്യത്തിൽ കുറച്ച് കൺസേൺസ് ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ധൈര്യമായിട്ട് ഇവിടെ വരാം. കുട്ടികളൊക്കെയുള്ള പേരൻസ് അവരെ കൊണ്ടുവരണമല്ലോ എന്ന് ആലോചിച്ചിട്ട് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഷോപ്പിംഗ് മാളുകളിലേതുപോലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്ലേ ഏരിയയും ഇവിടെ ഉണ്ട്. ഹിജാമയെ കുറിച്ച് ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ളതാണ്. കാരണം ഇത് എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ട്, അതല്ലെങ്കിൽ അസുഖത്തിന് ഇത് ചെയ്യാവോ, അതോ സാധാരണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത്തരത്തിൽ ധാരാളം സംശയങ്ങൾ ഹിജാമയെക്കുറിച്ചുണ്ട്. ഹിജാമ സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഒരു റിജുവിനേഷൻ അല്ലെങ്കിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള പോയിന്റ്സ് ചെയ്യാം. അതല്ലാതെ ഒരു പ്രത്യേക അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന് കണക്കായി സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ച് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ബ്രോഡായിട്ട് ഹിജാമ ചെയ്യുന്നത്. പിന്നെ ഹിജാമ കൊണ്ട് തീർച്ചയായും അതായത് ശരീരം വളരെ എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ശരീരമൊക്കെ വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് സ്പാസംസ്, അത്തരത്തിലുള്ള പെയിൻസ് അതൊക്കെ നന്നായിട്ട് റിലീവ് ചെയ്യും. അതുപോലെ തന്നെ ഹെഡ് ഏക്സ് പോലത്തെ കണ്ടീഷൻ, എസ്പെഷ്യലി മൈഗ്രെയിൻ പോലത്തെ ഹെഡ് ഏക്ക് കണ്ടീഷൻസിലൊക്കെ ഹിജാമ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ വരുന്നൊരു പേഷ്യൻറ്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യും. അപ്പം അദ്ദേഹത്തിന് പറയത്തക്ക പ്രോബ്ലങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. അതല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പോയിന്റ്സും അതിനനുസരിച്ചിട്ട് എത്ര സമയം കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റ് വരണം ആ രീതിയിൽ നമ്മൾ ഹിജാമ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ രീതിയിലാണ് നമ്മൾ ഹിജാമ ചെയ്യുന്നത്. നമ്മൾ എല്ലാം സിംഗിൾ ടൈം യൂസ് ഇതാണ്. നമ്മൾ മാസ്കും ഗ്ലൗസ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് അനുശാസിക്കുന്ന എല്ലാ രീതിയിലുള്ള ഹെൽത്തി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബേസ് ചെയ്താണ് നമ്മളുടെ ഹിജാമ ചെയ്യുന്നത്. സത്വ ആയുർവേദത്തിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ആ ബോട്ടിൽസ് തുറന്നിട്ടാണ് നമ്മൾ ആ മെഡിസിൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാ റൂംസിൻ്റെ സ്പേസിങ്, ബാക്കിയുള്ള ആംബിയൻസ്, ട്രീറ്റ്മെൻറ്റ് ടൈമിങ് 1.5 hours ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടൈമിങ് വരുന്നത്. അതും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ്, ഈക്വൽ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് നമുക്കുള്ളത്. പിന്നെ തെറാപ്പിസ്റ്റുമാരായി കഴിഞ്ഞാലും 10 year പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള തെറാപ്പിസ്റ്റുമാരാണ് നമ്മളെല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത്. സത്വ ആയുർവേദ ടീം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ടൈമിംഗ്, അപ്പോയിൻമെൻറ്റ്സ്, ക്വാളിറ്റി ആൻഡ് ഹൈജീൻ, ഇതിൽ നിങ്ങൾ 100% ഹാപ്പി ആയിരിക്കും. സത്വ ആയുർവേദ മെഡിക്കൽ സെൻ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത് അബുദാബി ഇലക്ട്ര സ്ട്രീറ്റിലാണ്. അവിടെ ആ ലുലു എക്സ്പ്രസിൻ്റെ ബിൽഡിംഗ് ഇല്ലേ, അതിൽ 3rd ഫ്ലോറിലാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം വിശാലമായ ഈ ഒരു ഏരിയ. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ ഒക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.